ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞതാണ്, ചേട്ടാ നിങ്ങളൊരു ഡോളിൻ്റെ കുറേ വീഡിയോ പോസ്റ്റ് ചെയ്തു, ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് അതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ചേട്ടാ എനിക്കൊന്ന് അതിനെ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? കാരണം എനിക്കും അതുപോലെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വീട്ടിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയും. എന്നെപ്പോലെയുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർക്കും ചിലപ്പോൾ ഇത് ഉപകാരപ്പെടൂലേ എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കും, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ ചെയ്താലും മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 4 മിനിറ്റ് ദൈർഘ്യത്തിൽ റെഡിയാക്കി എടുത്തത്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വരും. ഈ എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ മെറ്റീരിയൽ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ട് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇതിന് വലിയ എക്സ്പെൻസും കാര്യങ്ങളും ഇല്ല. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുക. ഇപ്പോൾ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ബട്ടൺസുകൾ പല ഷർട്ടിൽ നിന്ന് ഇളക്കിയെടുക്കുക. പഴയ ഷർട്ടുകളിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നിന്നെടുത്ത് കുറച്ച് ബട്ടൺസ് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം കാര്യങ്ങളുള്ള സെറ്റ് ചെയ്യുക. എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് സ്റ്റഡി ചെയ്യുക. എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം, ഇന്ന സാധനങ്ങളുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ ബട്ടൺസിൽ വെച്ചും ഞാൻ ഇതുപോലെയുള്ള ഡോള് റെഡി ആക്കിയിട്ടുണ്ട്. മുത്തുകൾ വെച്ചും ഇതുപോലെയുള്ള ഡോള്, ആ മുത്തുകൾ വെച്ചിട്ടുള്ള ഡോളാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 റെഡിയാക്കി എടുത്തു. ഒരെണ്ണം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഒരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തത്. അപ്പോൾ അവൻ പുള്ളി എൻ്റെ അടുത്ത് ഒരു ആഗ്രഹത്തോടെ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി തരാമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഇതിനെ ഒരു നൂലിൽ കെട്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ചെയ്തത്. അപ്പോൾ എനിക്ക് പക്ഷേ കമ്പിയിൽ തന്നെ ചെയ്തു തന്നെ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുക, അപ്പോൾ കൈയും കാലും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനസ്സിൽ പെട്ടെന്ന് ഈ ഒരു ഐഡിയ വന്നു. അതിന് മുമ്പ് ഞാൻ ബട്ടൺസ് വെച്ചിട്ടാണ് അങ്ങനെ ഒരു വെറൈറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബട്ടൺസിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ് കുറവാണ്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്തെടുത്തത്. പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിൽ സെറ്റായപ്പോഴത്തേക്കും ഞാൻ റെഡിയാക്കി ആളിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം വന്നതിന് മുമ്പായിരുന്നു റെഡിയാക്കി. പിന്നെ ഞാൻ വീട്ടിലെല്ലാം പോയി തിരിച്ച് വന്നതിന് ശേഷം ആളിന് കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. ഞാൻ പറഞ്ഞാടാ, ഞാൻ നിൻ്റെ അടുത്ത് കാശൊന്നുമല്ല ചോദിച്ചാൽ, നീ എൻ്റെ അടുത്ത് ഒരു ആഗ്രഹത്തോടെ ഒരു കാര്യം ചോദിച്ചു, ഞാൻ നിനക്ക് ആഗ്രഹത്തോടെ ചെയ്തു തന്നു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ നിൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇത് കാണിക്കണം. എന്നിട്ട് നീ അവരെ നിന്ന് കുറച്ച് ഓർഡർ എനിക്ക് പിടിച്ചു തരണം. അവർ വഴി എനിക്ക് ചെറിയൊരു വരുമാനം കിട്ടി. ആ വരുമാനം വെച്ച് എനിക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇതേ മോഡൽ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു 10 എങ്കിലും റെഡിയാക്കി തരാമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ എറണാകുളം ബ്രോഡ്വേയിൽ അന്വേഷിച്ചു. ഈ വലിയ മുത്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് തിരക്കി. പക്ഷേ ഈ സീസണെല്ലാം കഴിഞ്ഞുകൊണ്ട് അവരെ കയ്യിലില്ല. പക്ഷെ അവരെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ആ മുത്തുകൾ കിട്ടിയതിന് ശേഷം ആളിനെ റെഡിയാക്കി കൊടുക്കാം. കൂട്ടുകാരെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ചെറിയ വരുമാനം കിട്ടും, അടുത്ത വർക്ക് ചെയ്യാം. നമ്മൾ വരുമാനം കളക്ട് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരെയും ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയായിട്ടാണ്. കൂടാതെ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.